ഉൽപ്പലമിഴിയുടെ മുനയിൽ തൊടുക്കുന്ന ഉൽപ്പലമിഴിയുടെ മുനയിൽ തൊടുക്കുന്ന പുഷ്പശരത്തിൽ തുടങ്ങി വിശ്വപ്രകൃതിയിൽ പ്രേമം ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ സരസ്വതിയാമത്തിൽ തേന്നുകരാൻ വന്ന സരസീരുക പക്ഷികൾ നമ്മൾ സുരഭീവന പക്ഷികൾ ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ പുഷ്പവനിയിൽ മന്മഥരാഗങ്ങൾ കുഞ്ഞലഞ്ഞൊറിയുന്നു രഞ്ജന പൊയ്കയിലെ പുഷ്പഗന്ധി മന്മഥരാഗങ്ങൾ കുഞ്ഞലഞ്ഞൊറിയുന്നു രഞ്ജന പൊയ്കയിലെ പുഷ്പഗന്ധി നീ സ്വപ്നത്തിലുണരുന്ന മധുമഞ്ജരിയുടെ സ്വപ്നത്തിലുണരുന്ന മധുമഞ്ജരിയുടെ സപ്തസ്വരത്തിൽ തുടങ്ങി സ്വർഗസുരഭിയാം രാഗം ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ സരസ്വതിയാമത്തിൽ തേന്നുകരാൻ വന്ന സരസീരുക പക്ഷികൾ നമ്മൾ സുരഭീവന പക്ഷികൾ ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ പുഷ്പവനിയിൽ. ശൈലജ കുഞ്ഞെ, എന്തിനാ കരയണത്? ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് അച്ഛൻ വേണുവേട്ടനോട് പറഞ്ഞത്. എന്താണ്? വേണുവേട്ടനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനാണ് അച്ഛന്റെ തീരുമാനം. തീരാ രോഗിയായ എന്നെ എന്നും ജീവിപ്പിക്കുന്നത് എന്റെ രാജുവേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. അതെന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല. ഈ അസുഖത്തിനിടയിൽ കുഞ്ഞ് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. നിനക്കറിയില്ല, അച്ഛനൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. എന്നാൽ അദ്ദേഹം നല്ല സ്വഭാവത്തിലിരിക്കുമ്പോ കുഞ്ഞിന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞാ മതി. സ്വയം എണീറ്റ് നടക്കാൻ കഴിയാത്ത ഞാൻ ഒന്നിനു വേണ്ടി ആഗ്രഹിച്ചിട്ടും ഫലമില്ല. പിന്നെ അച്ഛന്റെ സ്നേഹത്തിന് മുമ്പിൽ മരിക്കാനും എനിക്ക് കഴിയുന്നില്ല. കുഞ്ഞങ്ങനെയൊന്നും പറയരുത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞിന്റെ അസുഖം എല്ലാം മാറും. തന്നെ പേപ്പട്ടി അടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ന് താനാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ പേപ്പട്ടി കണ്ടിട്ട് പോലുമില്ല. തന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ മരിച്ചുപോയി. മരിക്കാൻ നേരത്ത് ആ കിളവൻ കുരയ്ക്കുകയോ വാലാട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലേ. എന്നാൽ തനിക്ക് പേപ്പട്ടി വിഷമാണ്. ഇന്നു മുതൽ 10 ദിവസം താൻ ഇവിടെ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തോണം. സമ്മതമാണോ? സമ്മതമാണ്. 10 രൂപയുടെ ഇഞ്ചക്ഷൻ വേണോ? 7 രൂപയുടെ ഇഞ്ചക്ഷൻ വേണോ? 5 രൂപയുടെ ഇഞ്ചക്ഷൻ വേണോ? അയ്യോ, എന്റെ ഈ കാശില്ല. ഞാൻ സാധുവാണേ. സാധു? സാധുക്കൾക്ക് ഇഞ്ചക്ഷൻ പാടില്ല. വലിയ ഡോക്ടർ ആരോടും കാശ് വാങ്ങാറില്ലല്ലോ. എടോ, അയാൾക്ക് വയസ്സായി. അയക്കിനി കാശിന്റെ ആവശ്യമൊന്നുമില്ല. എത്ര രൂപ ചെലവാക്കിട്ടാണെന്നറിയോ ഞാനിവിടെ ഇരിക്കുന്നത്? അത് കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കുഴലും തൂക്കി ഞാനിവിടെ കുത്തിയിരിക്കുന്നത്. തനിക്ക് ഓസിന് നോക്കണമെങ്കിലേ താൻ അയാളുടെ വീട്ടിലോട്ട് ചെല്ല്. Get out. Next. എന്താ അസുഖം? ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. എന്താ മോഷ്ടിക്കാൻ പോയോ? വയറ്റുവേന കൊണ്ടാ. വയറ്റുവേന. വയറ്റുവേദന? തനിക്കോ? ഭയങ്കര വയറ്റുവേനാണോ? സത്യമായിട്ട് വയറ്റുവേനാണോ? അയ്യോ, കഷ്ടം.
അയ്യോ 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 ആ, ആ, ആ. പോയിക്കോളൂ. അയ്യോ. മിസ്റ്റർ ഭദ്രൻ, ഞാൻ ഇവിടെ നടക്കുന്നതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നിങ്ങളല്ലായിരുന്നു നൈറ്റ് ഡ്യൂട്ടി. അതെ. ഈ സ്റ്റോറിലെ മരുന്നുകൾ ആശുപത്രി ജീവനക്കാർ അറിയാതെ എങ്ങനെ മോഷണം പോയി? സർ, ഞാനും സാറിനെ പോലെ ഒരു ഡോക്ടറാണ്. ഞാൻ രോഗികളെ നോക്കണോ അതോ സ്റ്റോർ റൂമിന് കാവൽ നിൽക്കണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഞാൻ ബാറിൽ പോയി തിരിച്ചു വരുന്ന മുമ്പായിട്ട് ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയാം. അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ഡിസ്മിസ് ചെയ്തേ. കമ്പൗണ്ടർ, നഴ്സ്. എന്താ ഡോക്ടർ? കുന്തം സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചതിന് എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ ശ്രീധരൻ പറഞ്ഞ. അപ്പോ കാര്യം കുഴപ്പത്തിലാവോ ഡോക്ടർ സാർ? താൻ പേടിക്കാടോ. നിങ്ങൾ എല്ലാരും എന്നോടൊത്ത് നിന്നാ മതി. ഇവിടുത്തെ ഡെഡ് ബോഡി വരെ നമുക്ക് വിറ്റ് കാശാക്കാം. ഡെഡ് ബോഡി എന്ന് പറഞ്ഞ പ്രേതം എന്നാണ് അർത്ഥം. പ്രേതം. ശ്രീധരന്റെ ഡെഡ് ബോഡി നമുക്ക് വിൽക്കാം. ഓക്കെ. കൃഷ്ണകുട്ടി, എന്തോ അങ്ങത്തെ? ഓ, ഇവൻ നടന്നു വരാൻ ഒരാഴ്ച പിടിക്കും. ആ റേഞ്ചിൽ കൊണ്ടിട്ടിരിക്കുന്നിടത്തൊന്ന് പോകണ്ടേ? നമ്മള് പോയിട്ട് എന്തോ ചെയ്യാനാ? 2 ദിവസം കഴിയുമ്പോ ആരെങ്കിലും അവനെ കുഴിച്ചിട്ടു. അലവരാതി. അതാ കൊന്നവനെ പിടിച്ച് കെട്ടിയിട്ടാ ബംഗ്ലാവിന് ഇങ്ങോട്ട് ഫോൺ ചെയ്തിരിക്കുന്നത്. ആ, എന്നാ ഉടനെ അവനെ അഴിച്ചുവിടാൻ അങ്ങോട്ടൊന്ന് ഫോൺ ചെയ്തേച്ചാ മതി. എടാ, നമ്മളുടെ പഴയ അടവുകളൊന്നും പുതിയ എസ്ഐനടുത്ത് ചെലവായില്ല. അദ്ദേഹം കോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നടപടി എടുത്തു വരുത്തണം. അതിനൊരു വഴിയുണ്ട്. കാറ്റിനകത്തൊരനാഥപ്രേതത്തെ കണ്ടെത്തുന്നൊരു മഹസ്സർ തയ്യാറാക്കി വെച്ചേക്കണം. അനാഥം പറയാനോ? ചത്തന് റേഞ്ചറാ. ഒന്ന് പോങ്ങത്തെ, ചത്തു കഴിഞ്ഞാൽ എല്ലാ പ്രേതം ഒന്നും തന്നെയാ. ഗുഡ് മോർണിംഗ്. അല്ല അങ്ങത്തെ ഗുഡ് മോർണിംഗ്. അതെ അങ്ങത്തെ ഗുഡ് മോർണിംഗ്. റേഞ്ചർ ചത്തു. അല്ല, കൊന്നു. ഫോൺ വന്നു. പോയില്ല. ക്ഷമിക്കണം. ക്ഷമിക്കണം. എന്താണോ ഇത്? മീശ. ഇടോ, എന്താണിതെന്ന്? അതൊക്കെ മൂർക്കാൻ കൊണ്ടുവന്നതാണ്. ഞാനത് ആവർത്തിച്ചില്ല. ക്ഷമിക്കണം. എന്റെ അങ്ങത്തെ ആ തൊട്ടിയൊക്കെ ഒന്ന് ശരിക്ക് വെക്കങ്ങത്തെ. ആ ആ അങ്ങനെ വെക്ക. തൊട്ടി തിരിഞ്ഞു. ഗോപാലപിള്ളേ, സാർ, ആ റേഞ്ചർ മരിച്ചിടക്കുന്നവർ എപ്പോഴാണ് അറിഞ്ഞത്? വെളുപ്പിന് എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ അതിന്റെ വകുപ്പിനെ പറ്റി കൂലങ്കുഷ്ണമായിട്ട് ആലോചിക്കുകയായിരുന്നു അല്ലേ അങ്ങത്തെ? അതെ അതെ. നിങ്ങളുടെ ഒരു ആലോചന. ആ കൊലപാതകം നടന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു വഴിയുണ്ട്. എങ്ങനെ? ആ കൊന്നവനെ പിടിച്ച് ചോദിച്ചാൽ അവൻ പറയും. ഛെ, ഇതൊരു പോലീസ് സ്റ്റേഷനാണോ? സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണല്ലോ പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ഉടുപ്പും തൊപ്പിയും ധരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചുമതലാബോധം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനിവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പായി അവിടെ പല ആക്രമണം നടന്നതായി ആ റേഞ്ചർ നിങ്ങൾ അറിയിച്ചിരുന്നില്ലേ? എന്ന് ചോദിച്ചാൽ ദോഷം പറയരുതല്ലോ, അറിയിച്ചിരുന്നു അങ്ങത്തെ. നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടിരുന്നില്ലേ? അല്ലെങ്കിൽ അയാൾക്ക് ഞങ്ങളെക്കാൾ ശമ്പളം കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ സഹായിക്കുന്നത്? നോൺസെൻസ്. ഏതവന്റെ സൻസെന്ന് പറഞ്ഞാലും ഭയം കൊണ്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. എന്നാൽ ഇനിയെങ്കിലും അത് മാറണം. ഞാൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. ജീപ്പ് എടുത്ത് പിറകെ വന്നേക്കൂ. വന്നേക്കാം. അങ്ങത്തെ ഓ, പോയാൽ അപകടമാ. പോയില്ലെങ്കിൽ അപകടമാണ്. ആവോ. എല്ലാവരും മാറിക്കൂ.